പ്രഹ്ലാദൻ 7 വയസ്സായ കുട്ടി. ആചാര്യന്മാര് മൂത്രശങ്കയ്ക്കും മറ്റുമായി പോയപ്പോഴാണ് പ്രഹ്ലാദന് കുറച്ച് സമയം കിട്ടിയത്. അപ്പൊ കുട്ടികളെ എല്ലാവരെയും വിളിച്ചിരുന്നു. വര്യൻ വന്ന്. ആചാര്യന്മാരുണ്ടല്ലോ, നല്ല കാര്യം പറഞ്ഞു തരണില്ല. അച്ഛൻ്റെ നിർബന്ധത്തിലായിരിക്കാം ഒരു പക്ഷേ, നമ്മൾ എന്തറിയണോ അത് പറഞ്ഞു തരണില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും, ഞാൻ അവർ പറയാൻ വിട്ടുപോയത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് 4 ഭാഗത്തിരുന്നു, ചെവി കൂർപ്പിച്ചിരുന്നു. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ തദാ പുമാൻ മുക്ത സമസ്തബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതിഃ നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. കഴിഞ്ഞു. ഈ 4 ശ്ലോകത്തിൽ നിങ്ങൾക്ക് അറിയാനുള്ളത് മുഴുവൻ ആ 7 വയസ്സായ പൊന്നുകുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 4 ശ്ലോകം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കൂ. അത് അടുക്കളയിൽ തൂക്കൂ, കിടപ്പുമുറിയിലും തൂക്കൂ, വരാന്തയിലും തൂക്കിയിടൂ. ഇടയ്ക്കിടയ്ക്ക് നോക്കി അതങ്ങോട്ട് പഠിക്കൂ. ഇത് 4 എണ്ണം മതി, വലിയ ഒരു സമ്പത്താണത്.